ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സമയം ഇപ്പം 6:15 നേരെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും നേരം വെളുത്തിട്ടില്ല കേട്ടോ. ഇത് ഈ ഫോണിൻ്റെ ഒരു വെട്ടത്തിൻ്റെ ഗുണമാണ്. നമ്മൾ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്താലും എത്ര ഇരുണ്ടിരുന്നാലും ഫോണിൻ്റെ വെളിച്ചത്തിൽ നമുക്കത് ഭയങ്കര വെട്ടമുള്ളതെന്ന് തോന്നും. കാരണം അത് ആ ജനാലയിലേക്ക് നോക്കിയാൽ പുറത്തൊക്കെ ഇരുട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ചക്ക വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പുഴുങ്ങണം. അപ്പോൾ ഇന്നലെ വിനുവേട്ടനാണെങ്കിൽ കടയിൽ ചെന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. ഈ തേങ്ങ വാങ്ങിക്കാൻ പോയ ആൾ തേങ്ങ മാത്രം കിട്ടിയില്ല. കടയിലുള്ള ചേട്ടൻ തേങ്ങ കൊടുത്തു വിടാൻ മറന്നു പോയതാണ്. പറഞ്ഞതാട്ടോ, വാങ്ങണം, തേങ്ങ വേണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ ചേട്ടൻ എടുത്തു വെക്കാൻ എന്തോ മറന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൊണ്ടുവന്നില്ല. പിന്നെ രാവിലെ തേങ്ങ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വേണം ചക്ക അടുപ്പ് വെക്കാനായിട്ട്. പക്ഷേ ഇന്ന് ബിനുവേട്ടൻ ഇന്ന് നേരത്തെ പോകണം, ഓട്ടോ ഉള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഈ തേങ്ങ കൊണ്ടുവരാൻ താമസിച്ചതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ട് കേട്ടോ. രാത്രി നേരത്തെ ഒക്കെ കാര്യങ്ങൾ തീർക്കണം എന്ന് ഓർത്ത് വന്ന ദിവസമാണ്. പക്ഷേ അതിൻ്റെ ഒരു താമസത്തിൽ പോയി. അപ്പോൾ എന്ത് എടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് തുടങ്ങണം. വേറെ ഒന്നുമില്ല, കഞ്ഞിക്ക് അരി എടുക്കാനായിട്ട് പാത്രം നോക്കിയപ്പം ഇഡ്ഡലി പാത്രം ഇരുന്ന് എടുത്ത്. ഇഡ്ഡലി പാത്രം അപ്പം ഞാൻ ഓർത്ത് അതിനകത്ത് ചക്ക പുഴുങ്ങണമല്ലോ ഒന്ന്. സാധാരണ സ്റ്റീൽ പാത്രത്തിൽ ചക്ക പുഴുങ്ങി കഴിഞ്ഞാൽ അടിയിൽ മൂട്ടി പിടിക്കും. ഈ ഇഡ്ഡലി പാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ ചക്ക പുഴുങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് അതിനകത്താണ് ഉണ്ടാക്കണേ. അപ്പോൾ അത് ഓർത്തിട്ടാണ് പെട്ടെന്ന് അത് മാറ്റിയിട്ട് ചെരുവ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു. ഇച്ചിരി ചോറും കൂടെ വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ അടുപ്പയിൽ വെക്കാൻ വിറകില്ല. വിറക് വെട്ടാനാണെങ്കിൽ വാക്കത്തി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വാക്കത്തി കൊണ്ടുവന്നെങ്കിൽ ഉള്ള വിറകാണെങ്കിലും വെട്ടിയിട്ട് അടുപ്പേ വെക്കാൻ പറ്റുള്ളൂ ഇനി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം കഞ്ഞി ഇൻഡക്ഷൻ കുക്കറെ വെക്കാമെന്ന് വെച്ചു. ഇൻഡക്ഷൻ കുക്കറല്ല, തണുമൽ കുക്കർ. ജലദോഷമാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് തന്നെ കേട്ടോ, വർത്താനം പറയണേ ഇടയ്ക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക എടുത്ത് വെച്ചു, തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ചു. അപ്പോൾ വിനോട്ടൻ ഇന്നലെ കടയിൽ പോയപ്പോൾ ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഉണക്കമീനാണ്. എന്നാ ഇതിന് പറയണമെന്ന് എനിക്കറിയില്ല. പല്ലിയാണോ എന്തോ സംഭവം, പല്ലി കീറിയതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പിന്നെ മീനിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. നമുക്ക് ഏകപ്പാട് അറിയാവുന്ന മീൻ എന്ന് പറഞ്ഞാൽ മത്തി, അയല, സ്രാവ്, അങ്ങനെ ചെമ്പല്ലി, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മീനുകളെ നമുക്കറിയാവുള്ളൂ. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ത് മീനാണ്. പറവയാണോ എന്തോ സംഭവം കീറിയിട്ടുള്ള മീനാണ്. പല്ലിയാണോ, ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തല്ലി പടച്ച് ചക്ക പുഴുങ്ങി ബിനോട്ടൻ ചായ കുടിക്കാനുള്ള എടുത്തുകൊണ്ട് പോയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ബിനോട്ടൻ പോകാൻ ധൃതി കാരണം പെട്ടെന്ന് മീൻ വറുത്തു, ചായ ഉണ്ടാക്കി, ചക്ക പുഴുങ്ങി. അരയ്ക്കണതും പിടിക്കണതും ഒന്നും വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് നടന്നു എല്ലാം. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ചക്കയും ഇതുമാണ് കേട്ടോ. പിന്നെ ഞാൻ മാത്രമേ ഇന്നിപ്പം പകൽ വീട്ടിലുള്ളൂ. അപ്പോൾ എന്ത് കറി വെക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ നോക്കിയപ്പോൾ മീൻ വറുത്തത് ഉണ്ടല്ലോ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടെങ്കിൽ, മീൻ വറുത്തത് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ തക്കാളിക്ക് കറി വെക്കാമെന്ന് വെച്ചു. തക്കാളിക്ക് കറി വെച്ച് മീൻ വറുത്തത് ഉണ്ടെങ്കിൽ മക്കൾക്കായി. എനിക്കല്ലേ പിന്നെ ഈ പ്രശ്നമുള്ളൂ. അപ്പം നെല്ലിക്ക അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ തക്കാളിക്ക് കറിയും നെല്ലിക്ക അച്ചാറും ഒക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു ദിവസം എന്നൊക്കെ ഓർത്തുകൊണ്ട് തക്കാളി കറി വെക്കാനായിട്ട് എടുത്താണ്. അപ്പോൾ ഒരു തക്കാളി കേടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു തക്കാളി കറി വെച്ചാൽ മതി, 2 തക്കാളി അങ്ങ് ഇട്ടു ഞാൻ. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തേക്കണതാണ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും, 2-3 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, അത്രേ ഉള്ളൂ. അത്ര ഇടുക. അത്ര ഇട്ട് പിന്നെ കുറച്ച് മസാലക്കൂട്ടാണ്. മസാലക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഒക്കെ എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി നമുക്ക് ഈ കറിക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് മെയിനായിട്ടുള്ളത് അതിട്ടു. പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയായിരുന്നേ. ഇതിനിടയ്ക്ക് ഞാൻ കറിവേപ്പിലൊക്കെ എടുക്കാൻ പോയായിരുന്നു കേട്ടോ. രാവിലെ ചക്ക ഒഴുങ്ങുമ്പോൾ കറിവേപ്പില അരച്ചില്ലെങ്കിൽ ചക്കക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ തിരക്കിനിടയ്ക്ക് ഞാൻ അതും എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് നകക്ക വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കുക. വെന്ത് വന്നു കഴിയുമ്പം നമുക്ക് ഒരു അരമുറി തേങ്ങ, അല്ലെങ്കിൽ തേങ്ങ ഒത്തിരി വേണ്ടെങ്കിൽ അങ്ങനെ ഒരു 1-1.5 കൈപ്പിടിയൊക്കെ തേങ്ങ മാത്രം അരച്ചിട്ട് ചേർത്ത് കൊടുത്ത് കടുകും താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി അവിടെ റെഡിയായി. അപ്പോൾ ഇത് ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്കകത്ത്, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റായിട്ട് ഒത്തിരി കാണിക്കാത്തത്.
അപ്പോൾ അത് അവിടെ അടുപ്പ് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഒരു തേങ്ങ ഉടച്ചിട്ട് അത് വാട്ടത്തേങ്ങയായിരുന്നു എന്ന്. അതായത് വാട്ടച്ചവയുള്ള തേങ്ങ പുഴുക്കിന് അരയ്ക്കാൻ കൊള്ളില്ല. പക്ഷേ ഇത് ഇങ്ങനെയുള്ള കറികൾക്ക് ഇപ്പോൾ ഈ തക്കാളിക്കൊക്കെ കറി വയ്ക്കുമ്പം അരയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിക്കകത്ത് ഈ അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ ഒന്ന് തിളയ്ക്കണുണ്ടല്ലോ. തിളച്ച് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത്ര അങ്ങ് നിൽക്കില്ല. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ചുവ വ്യത്യാസമുള്ള തേങ്ങയാണെങ്കിൽ കൊള്ളില്ല കേട്ടോ. ചെറിയ ചുവ വ്യത്യാസമുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പുഴുക്കിനൊക്കെ അരയ്ക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് എടുത്തറിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ തേങ്ങയാണ് ഇന്ന് തക്കാളിക്ക് അരയ്ക്കാനായിട്ട് എടുത്തത്. ഇത്രയേ ഉള്ളൂ കേസ്. പറഞ്ഞു വന്നപ്പോൾ അങ്ങ് കഥ പറഞ്ഞു പോയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ചുക്കുട്ടനും ധ്യാനൂട്ടനും ചോറിന് കൊണ്ടാണല്ലോ മുട്ട പൊരിക്കുന്ന ഭാഗമാണ്. മുട്ടയുടെ റെസിപ്പി ഒന്നും പറയാനില്ല. ഇച്ചിരി മുളകും ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ടു. ഇതാ നമ്മുടെ മുട്ട അവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് മക്കൾ രണ്ടും കൂടെ ചായ കുടിക്കണ ഭാഗമാണ്. അച്ചുക്കുട്ടനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അച്ചുക്കുട്ടൻ ഹായ് പറഞ്ഞു. ധ്യാനൂട്ടൻ ഒരു ഹായ് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇച്ചിരി വെയിറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഹായ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിക്ക കറി. അപ്പോൾ മുറ്റടി കഴിഞ്ഞു കേട്ടോ. മുറ്റടി കഴിഞ്ഞു. തുണി വിരിക്കാൻ കുറച്ചുണ്ടായിരുന്നു. തുണി വിരിച്ചു. വാഷിംഗ് മെഷീൻ തുണി ഇട്ടു. പിന്നെ കല്ലിൽ അലക്കാനുള്ള തുണി സോപ്പോട് തൂത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നേക്കണേ. എന്താ വെച്ചാൽ ഇന്ന് നന്നായിട്ട് പണിയുള്ള ദിവസമാണ്. കാരണം ഇനി ചക്ക ഇരിക്കണം. അങ്ങനെ വിനോദന്റെ സന്തോഷമായിട്ടും കൊണ്ടുവന്ന കേട്ടോ ചക്ക. അപ്പം ആ ചക്ക ഇരിക്കണു. അത് വെട്ടി വൈകുന്നേരത്തേക്ക് ഒരുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ അടിച്ചു വാരി എല്ലാ പണിയും കഴിയണം. എന്നിട്ട് ഞാൻ പറയല്ലേ വർക്ക് കുറച്ച് പെൻഡിങ് ആണ്. അതാണ് ഇത്രയും ദിവസം വിട്ട് വീഡിയോ എടുക്കണം. വീഡിയോ ഇട്ട് കളയാനും പറ്റിയില്ല. നമുക്ക് എന്താ പറയണേ, കണ്ടന്റ് ഇല്ലെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുള്ള കണ്ടന്റ് വെച്ചിട്ടങ്ങ് വീഡിയോ ഇടുവാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. എന്നാലും അപ്പോൾ അയ്യോ ചായ ഇച്ചിരി അവിടെ ചാടി വേഗം ഇച്ചിരി ചക്കപ്പുഴുക്ക് തന്നെ ഇട്ടേ കേട്ടോ. നമുക്ക് മീൻ കൂട്ടണം. അപ്പം അച്ചാറ് കൂട്ടി ചക്കപ്പുഴുക്ക് എന്താണെന്ന് വെച്ചു. നെല്ലിക്ക അച്ചാറാണ് ഇരിക്കുന്നത്. വൈകുന്നേരം ഇപ്പൊ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല. അപ്പൊ ഞാൻ ആ ചക്ക തന്നെ കൂട്ടുവാണേ. ചക്കയുടെ മഹാമഹം കഴിഞ്ഞു. ഇനിയിപ്പോ എന്നെ ആരെങ്കിലും തന്നെങ്കിലും ഉള്ളൂ. കിട്ടുമ്പം മാക്സിമം നമ്മളത് കഴിക്കുക. ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഇപ്പൊ നിവർത്തിയില്ല. അധികമായോ ഇച്ചിരി മനസ്സുണ്ട്. ചോറ് കൂട്ടാ അല്ലേ ചക്കപ്പുഴുക്ക്. അറിയാണ്ട് മീനിന്റെ അടുത്തേ കൈ പോണേ. അച്ചാറല്ലേ പിന്നെ നെല്ലിക്കാച്ചാറുണ്ടോ? നമ്മൾ നാളിട്ട നെല്ലിക്കാച്ചാറാണേ. നല്ല ചക്കപ്പുഴുക്കിന്. മാങ്ങാച്ചാറ് നമ്മൾ ചക്കപ്പുഴുക്കിന് കൂട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ്. നെല്ലിക്കാച്ചാറ് അടിപൊളിയാണ് കേട്ടോ. ചോറിനും നല്ല. അങ്ങനെ അവിടെ ആരും നെല്ലിക്കാച്ചാറ് കൂട്ടുന്നതല്ല. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് കഴിച്ചിട്ട് ഓടി വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മറക്കി വെക്കാൻ നോക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ റൂം ഞങ്ങൾ വീണ്ടും റീഅറേഞ്ച് ചെയ്തു കേട്ടോ. അലമാരി എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു. ബെഡ് എടുത്ത് ഇങ്ങോട്ട് നീക്കിയിട്ടു. അപ്പോൾ അത് ഇവിടെ കുറേ സ്പേസ് കിട്ടി. നമുക്ക് സ്ഥലം തികയാണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെയുള്ള ഓരോ പണികൾ ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സ്പേസൊക്കെ തോന്നും കേട്ടോ. പിന്നീട് സ്പേസ് കുറവാന്ന് തോന്നുമ്പോൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ആക്കി. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്കങ്ങ് ഇറങ്ങി വരാൻ ഇച്ചിരി ഒരു താമസം ഉണ്ടെങ്കിലും എന്താ പറയണേ, ആ ഭാഗം ഇച്ചിരി ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വിനോദനം പറഞ്ഞു വെച്ച് അങ്ങനെ ഇട്ടപ്പോൾ ഇച്ചിരി സ്പേസ് കിട്ടിയ കണക്കാണ്. പക്ഷേ ഇവിടെ ഈ ഭാഗം കൊണ്ട് നല്ല ടൈറ്റാണ് താനും. നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേഗം മടക്കിയിടുവാണ്. അത് കഴിഞ്ഞ് വീടൊക്കെ അടിച്ചു വാരി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിരുന്നു. ഞാൻ ആ കറി എടുത്ത് ഇങ്ങോട്ടേക്ക് ഒഴിച്ച് മാറ്റി ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇനിയിപ്പം മീൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. നമ്മളിവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോകാണ്ടിരിക്കുക. അതും മാറ്റി വെക്കേണ്ട വന്നേനെ. പിന്നെ ചക്ക ഒരു ലേശം ഇരിപ്പുണ്ട്. അതും നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ തുന്നാനുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം ഒരു ചുരിദാർ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഉള്ള ചുരിദാറെല്ലാം നമ്മൾ അറ്റപ്പറ്റ ആകുമ്പോഴാണ് അടുത്ത ചുരിദാർ പിടിക്കുന്നത്. അപ്പോൾ കുറച്ച് ചുരിദാർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇരിക്കണത്. അടുക്കി വെച്ചതൊക്കെ പോയി. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പം എല്ലാം കൂടെ ഇങ്ങനെ എടുക്കും. ഈ ഒത്തിരി എന്താ പറയുക, ഒന്ന് അടുക്കി വെക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കണില്ല. അപ്പോൾ ഇപ്രാവശ്യം ആ ചുരിദാർ തപ്പി എനിക്ക് ലാസ്റ്റ് അതിനകത്തുള്ള എല്ലാം വലിച്ച് അടിക്കേണ്ട വന്നു കേട്ടോ. ഇനി ഇതൊന്ന് അടുക്കി മടക്കി ഒന്ന് കയറ്റി വെക്കണം. ഇതെന്നാ വെച്ചാൽ ഈ ചുരിദാർ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾ ഇത്രയും ചുരിദാറുണ്ടെന്ന് ചുരിദാർ ഒന്നും ഇടാൻ കൊള്ളാവുന്നത് ഇല്ല കേട്ടോ.
എല്ലാം ഈ ഒരു വക ചുരിദാറുകളെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ച് കൊളാവ് കിട്ടിക്കൊണ്ടുവന്ന സമയത്ത് വാങ്ങിച്ച് വെച്ചതാണ്. ഇത് 1.5 വർഷമായിട്ടുള്ള ചുരിദാറുകളാണ്. ഇപ്പോഴെങ്ങും വാങ്ങാറേ ഇല്ല കേട്ടോ, എടുക്കാറുമില്ല. അന്ന് ആ ഒരു സംഭവം ഉള്ള കാരണം വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ചുരിദാറുകൾ വിരലുകൾ എണ്ണുന്ന ചുരിദാറുകൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഈ ചുരിദാറൊന്നും എനിക്ക് ഇഷ്ടമുള്ള ചുരിദാറെന്ന് പറയാനില്ല, കുറേ ഉണ്ടെന്ന് മാത്രമേ. ഈ പോളിസ്റ്റർ കൂടിയ തുണി അത് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഒരു ചുരിദാറുണ്ട്, അത് വലിയ കുഴപ്പമില്ല കാണാൻ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ ഓർത്ത് ഇങ്ങെടുത്തതാണ് കേട്ടോ. അപ്പം വാതിലൊക്കെ എല്ലാം തള്ളി ഇതൊക്കെ വേണം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നതാണോ ഈ കാണിക്കണേ, ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്, വേർക്കണേൻ്റെ ആവി എടുക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റ്. ഈ പാൻറ്റിൻ്റെ പ്രശ്നം എന്നറിയോ, ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ണം വെച്ച് കുറയ്ക്കണം. ഇതാണ് ചുരിദാർ. ഈ ചുരിദാർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് കൈക്ക് ഇറക്കം കൂടുതലാണ്, അപ്പോൾ കൈയുടെ ഇറക്കവും കുറച്ച് ഷേപ്പും ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്, അതിൻ്റെ പാൻറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൂസായിട്ട് തുടങ്ങും, ഒരുപാട് ലൂസ്. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് തുന്നട്ടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.